Hi guys, it is me Anas Vilayil. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ എങ്ങനെ നല്ല ക്ലാരിറ്റിയിൽ ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ്. പല ആളുകളും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ തന്നെ ആളുകൾക്ക് വാച്ച് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും കുറവായിരിക്കും. അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഡിവൈസ് ഇവിടെ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ തമ്മിലുള്ള ക്ലാരിറ്റി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ആ ഡിവൈസ് ഞാൻ ഓഫ് ചെയ്തിട്ട് അതേ ക്യാമറയിലൂടെ, അതേ ഫോണിൻ്റെ അതേ ക്യാമറയിലൂടെയാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, ആദ്യം ഞാൻ ഷൂട്ട് ചെയ്ത ആ ഒരു ക്ലാരിറ്റിയും ഇപ്പോൾ ഷൂട്ട് ചെയ്ത ആ ഒരു ക്ലാരിറ്റിയും രണ്ടും ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ആ ഡിഫറൻറ്റിൻ്റെ കുട്ടൻസ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആ ഡിവൈസ് എങ്ങനെ നിർമ്മിക്കാം എന്നതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം, ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ ഡിവൈസിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 2 ട്യൂബ്, ഒരു തെർമോക്കോളിൻ്റെ ഷീറ്റ്, അതുപോലെ തന്നെ ഒരു വയറ്, ഇത്ര മാത്രമാണ്. തെർമോക്കോളിൻ്റെ ഷീറ്റിൽ ഞാൻ സ്റ്റിക്കറൈസ്ഡ് ആയിട്ടുള്ള വൈറ്റ് പേപ്പർ ആദ്യം തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലത്തെ പേപ്പർ തന്നെ വേണമെന്നില്ല, സാധാ A4 ആയാലും മതി. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് 4 ക്ലാമ്പുകളാണ്, ഈ ട്യൂബ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 ക്ലാമ്പുകൾ. ഇനി ഈ ക്ലാമ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ട്യൂബ് ഫിറ്റ് ചെയ്തെടുക്കാം. ട്യൂബ് തെർമോക്കോളിൽ ഫിറ്റ് ചെയ്യുമ്പോൾ വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടാണ് ക്ലാമ്പ് അടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്ലാമ്പുകൾ സ്ക്രൂ ചെയ്തുകൊണ്ട് തെർമോക്കോളിൽ ഫിറ്റ് ചെയ്യാം. ഓക്കെ, 4 ക്ലാമ്പുകൾ ഫിറ്റ് ചെയ്തു. ഇനി ഫിറ്റ് ചെയ്ത ക്ലാമ്പുകളിലേക്ക് നമുക്ക് ട്യൂബ് ഇറക്കി വെക്കാം. ഇപ്പോൾ നമ്മൾ 2 ട്യൂബും തെർമോക്കോളിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്കതിന് ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിലൂടെ വയർ പുറത്തേക്ക് എടുക്കാം. ഇനി ഈ വയറുമായി നമുക്ക് ട്യൂബ് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതുപോലെ നമ്മൾ ട്യൂബ് ഇലക്ട്രിസിറ്റി വയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഷോർട്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻസുലേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വയർ നല്ലപോലെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യാണ്. ഇനി നമുക്ക് ഈ വയർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ടാപ്പ് കൊണ്ട് മറക്കാം. ഓക്കെ ഗൈസ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഇവിടെ റെഡി ആവും. ഇനി നമുക്ക് അതിൻ്റെ കണക്ഷൻ ഒന്ന് കറണ്ടുമായി കണക്ട് ചെയ്യാം. ഇനി ഇതൊരു ഫ്ലാഷ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഗൈസ്, ഈ ഡിവൈസ് ഇവിടെ വളരെ സിമ്പിളായിട്ട് ഒരു ഉഡായിപ്പായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും സ്റ്റുഡിയോയിലെല്ലാം ഉപയോഗിക്കുന്ന അതേ ഒരു ഫ്ലാഷിംഗ് സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിവൈസ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും സൈൻ ഔട്ട്.